ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എന്നെ സംബന്ധിക്കുന്നതേ അല്ലാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ബിഗ് ബോസിലെ ഞാൻ ബിഗ് ബോസ് ഒന്നും കാണാറില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത് രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് ആണല്ലോ അത് ഇപ്പം വലിയ സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്തു തന്നെ ആയാലും അവരൊരു സ്ത്രീയല്ലേ. അപ്പം മനുഷ്യർ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അവരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ഒത്തിരി ആളുകൾ അവരെ പുച്ഛം കൊണ്ട് മൂടി, ഒത്തിരി ജനങ്ങൾ അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചു. എന്നിട്ടും അവർ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്നു. അവരെന്തെല്ലാം കളിയാക്കി, പല്ലിയെന്നും ഓന്തെന്നും അങ്ങനെ ഇങ്ങനെ എന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കി. എന്നിട്ടും അതിലൊന്നും ഇതാവാതെ അവർ ഉയർന്നു വന്നു. ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അവരെ ഇങ്ങനത്തെ കാര്യങ്ങളും കുറ്റപ്പെടുത്തലുകളും കൊണ്ട് അവരെ ഇത്ര ബിഗ് ബോസ് വരെ എത്തിച്ചത്. ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അവർക്കുള്ള നെഗറ്റീവ് കമൻറ്റുകൾ തന്നെയാണ് അവരെ ബിഗ് ബോസ് വരെ എത്തിച്ചത്. ബിഗ് ബോസ് എന്നിട്ടും അതിലുള്ള ഒരുത്തൻ അവരെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. എന്തു തന്നെ ആയാലും ഒരു സ്ത്രീയല്ലേ, അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? അപ്പോൾ എനിക്കും രേണുവിനോട് വലിയ അടുപ്പവും കാര്യങ്ങളോ താല്പര്യമോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ നമ്മൾ സ്ത്രീകളാണ്. അപ്പോൾ നമ്മൾ തെറ്റ് തന്നെയാണ്. പക്ഷെ അവരുടെ വേഷവും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ അവരെന്നിട്ടും ഒരു സ്ത്രീ ആയിട്ട് കൂടിയും ഇത്രയും അപമാനങ്ങളും അപകീർത്തികളും ഒക്കെ ഉണ്ടായിട്ടും അവർ ഉയർന്നു വന്നില്ലേ? വേറെ ഏതൊരു സ്ത്രീ ആണെങ്കിലും ശരി, എനിക്കിനി മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ആത്മഹത്യ തന്നെ ചെയ്തെന്ന് വരാം. കാരണം അത്രയ്ക്കാണ് അവരെ സോഷ്യൽ മീഡിയ ടോർച്ചർ ചെയ്യുന്നത്. എന്നിട്ട് അവർ ഉയർന്ന് ബിഗ് ബോസ് വരെ എത്തി. അപ്പം ബിഗ് ബോസിൽ ചെന്നപ്പോഴോ അവിടെയും അവർക്ക് അവഗണനയാണ് കിട്ടിയത്. അപ്പോൾ എന്തു തന്നെ ആയാലും ഒരു സ്ത്രീയാണ്, അവരെ അങ്ങനെ വിളിക്കേണ്ട കാര്യം ആ വിളിച്ച ആൾക്കില്ല. അപ്പോൾ അപ്പോഴും അവിടെയും ഉയർന്നു വരുന്നത് ആരാണ്? രേണു സുധിയാണ്. അതാരും ശ്രദ്ധിക്കുന്നതേ ഇല്ല. അപ്പം അവിടെയും എല്ലാവരുടെയും ജനമനസ്സുകളുടെ ഇപ്പം വെറുത്ത് നിന്നവരെല്ലാം തന്നെ അവരെ ഹൃദയത്തിലേറ്റുന്നത് ചിലപ്പോൾ ആ ഒരാളുടെ ആ ഒരൊറ്റ സേഫ്റ്റി ടാങ്ക് എന്നുള്ള ഒരൊറ്റ ഡയലോഗിലൂടെ ആയിരിക്കും. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം, ബിഗ് ബോസ് എടുത്ത് നോക്കിയാൽ അറിയാം, അതിൽ വന്ന കമൻറ്റ് മുഴുവൻ രേണു സുധിക്ക് അനുകൂലമായിട്ടാണ്. ഇത്ര നാളും അവരെ താഴ്ത്തി പുച്ഛിച്ച് വെറുത്തിരുന്നവർ എല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരൊറ്റ ഡയലോഗിൽ അവരെ നെഞ്ചിലേറ്റി അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോഴോ അവിടെ ആര് ജയിച്ചു? രേണു സുധി. അപ്പോൾ എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ബിഗ് ബോസ് കാണാറുമില്ല. ഞാനിങ്ങനെ ഫോണെടുത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ബിഗ് ബോസിലെ ഈ ഒരു ഡയലോഗ് ഞാൻ കേട്ടത്. പക്ഷെ അത് എനിക്കും വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. കാരണം ആർക്കായാലും അതൊരു വിഷമമാണ്. അവരെന്തോ ആയിക്കോട്ടെ, അവർ അത് അങ്ങനെ സേഫ്റ്റി ടാങ്ക് എന്നൊക്കെ ഒരു വ്യക്തിയെ വിളിക്കാമോ? അത് ഏറ്റവും മോശകരമായ ഒരു സംഭാഷണ രീതിയല്ലേ. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ശരി, എനിക്ക് രേണുവിനോട് വേറെ സിമ്പതിയും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അവരെ ഉയർത്തിക്കൊണ്ട് വന്നതും എല്ലാം. അപ്പോൾ ഈ ബിഗ് ബോസിൽ വന്ന ഈ സംഭവം കൊണ്ട് അവർ ഇത്തിക്കൂടെ ഈ ഒരുപാട് മുന്നിലെത്തിയതേ ഉള്ളൂ. അവർ താഴ്ന്നു പോയില്ല. അപ്പം അവർ തന്നെ പറയുന്നു, പുഷ്പ എന്നത് ഫയറല്ല, താഴത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അവർ അടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഉയർന്നു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഡയലോഗും കൂടെ ആയപ്പോഴത്തേക്ക് അവർ വെറുത്തിരുന്നവർ പോലും അവരെ സ്നേഹിച്ചു തുടങ്ങി. അപ്പോൾ ശരി, അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. സിനി സന്തോഷ്.